വിവാദങ്ങൾക്കിടെ വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് വേദിയിൽ പ്രതിപക്ഷ നേതാവിനും ഒരു ഇരിപ്പിടമുണ്ട്. കസേരയിൽ വി.ഡി. സതീശൻ എന്ന പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെ 17 പേർക്കാണ് വേദിയിൽ ഇരിപ്പിടമുള്ളത്. അതേസമയം വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ദിവസത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരിച്ച ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത് വന്നു. 2015 ജൂൺ 8 ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് നിയമസഭയിൽ നടത്തിയ പ്രസംഗം പങ്കുവച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. സലീം, വിവരങ്ങൾ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് വേദിയിൽ പ്രതിപക്ഷ നേതാവിനും ഇരിപ്പിടമുണ്ട്. അത് ഇരിപ്പിടം സംബന്ധിച്ച് വലിയ വിവാദം നേരത്തെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചതിനെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. ക്ഷണിച്ചത് പേരിനൊരു ക്ഷണം മാത്രമാണ് നടത്തിയതെന്നും വിളിച്ചു വരുത്തി അപമാനിക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. വേദിയിൽ പോലും ഇരിപ്പിടം കിട്ടാതെ പിന്നെ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് പോകുന്നത് എന്നുള്ളതായിരുന്നു കെ മുരളീധരൻ ചോദിച്ചത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ പരിപാടിയിൽ വേദിയിൽ 17 പേർക്കാണ് ഇരിപ്പിടം തയ്യാറാക്കിയിരിക്കുന്നത്. അതിലൊരാൾ പ്രതിപക്ഷ നേതാവാണ്. മറ്റ് 2 പേർ, അതിലൊന്ന് ശശി തരൂർ എം പിയാണ്, എം വിൻസെന്റ് MLA ആണ്. അങ്ങനെ ഈ 3 പേർക്ക്, 3 കോൺഗ്രസ് നേതാക്കൾക്ക് വേദിയിൽ ഇരിപ്പിടമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ ചടങ്ങിൽ സംസാരിക്കുക 3 പേർ മാത്രമാണ് എന്നാണ് അറിയുന്നത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തുറമുഖ മന്ത്രിയും മാത്രമായിരിക്കും ഈ വേദിയിൽ സംസാരിക്കുക എന്നുള്ളത് അറിയുന്നത്. അതിന്റെ ആ പട്ടിക അവസാനഘട്ട ക്രമീകരണം നടത്തി വരുന്നതേ ഉള്ളൂ. എന്തായാലും അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇടുന്നത്. ഇതിന്റെ രാഷ്ട്രീയം, അതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയൊക്കെയുള്ള തർക്കം നടക്കുന്നതിനിടയിലാണ് 2015 ജൂൺ 8 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അന്ന് നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിനോട് ഉമ്മൻചാണ്ടി പറയുന്ന പ്രസംഗമാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയക്കുന്നവരാണ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് എന്നുള്ളത് കൂടി ഇപ്പോൾ ഈ നിലയിൽ പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്കിൽ പറയുന്നു. അതിനിടയിൽ തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് ആളുകൾ എത്തി തുടങ്ങുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നും വലിയ നിലയിൽ ഒരു ആൾക്കൂട്ടം, ഇവിടെ 10,000-ലധികം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ തന്നെ 7 മണി മുതൽ തന്നെ ഇതിന്റെ അകത്തേക്ക് ആളുകളെ കയറ്റിവിട്ട് തുടങ്ങിയിരുന്നു. പക്ഷേ ഒരു 8 മണിയോടുകൂടിയാണ് ആളുകൾ കൂട്ടമായി ഇവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയത്. ഇപ്പോൾ വലിയ ആൾക്കൂട്ടം, ഇപ്പോൾ ആ തുറമുഖത്തിനകത്തേക്ക് പോകുന്ന ഈ ആളുകൾ, പൊതുജനങ്ങൾ കടന്നു പോകുന്ന വഴിയിലൊക്കെ വലിയ തിരക്കുണ്ട്. ചേട്ടാ, എങ്ങനെ കാണുന്നു ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷൻ? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ചേട്ടാ എവിടെന്നാ? ഞാൻ ചുഴാറ്റോട്ട. ചേട്ടാ എവിടെന്നാ? ഞാൻ കാട്ടാട് അമ്പലത്തിൻകാല. വലിയ പ്രതീക്ഷയുണ്ടോ ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ? പിന്നെ എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട്. ഇന്നിപ്പോ ആരെ കാണാൻ വേണ്ടിയിട്ടാ വരുന്നത്? ഇപ്പം മോദിയും കാണണം, നമ്മളെ മിനിസ്റ്ററേയും കാണണം. ആരെ കാണാൻ? മോദിജിയെ കാണാൻ തന്നെ. വേറെ ആരെ കാണാൻ ഇവിടെ ഇരിക്കുന്നത്? ഇപ്പൊ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് വേണ്ടി മോദിജിയല്ലേ കൈവച്ചത്. അതിനിടയിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് VGF ആയിട്ട് അനുവദിച്ച പണം അത് ലോണായിട്ടാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. അത് തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ്. അതൊക്കെ രാഷ്ട്രീയ സ്റ്റണ്ടല്ലേ, അതൊന്നുമില്ല. അതല്ല, എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് മോദിയാണ്. ഇപ്പൊ വിഴിഞ്ഞം തുറമുഖം എങ്ങനെയാ? ഈ വികസനവും ഇല്ല, ഈ തുറമുഖവും കേരളത്തിന് അനുവദിക്കാനും പോകുന്നില്ല, വിഴിഞ്ഞത്തിന് കിട്ടുകയില്ല. നമ്മളെ സ്വപ്നമായ എന്നിട്ടും VGF ലോണായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത്. അതും ലോൺ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കഴിവ് കൊണ്ടാണ്. കഴിവ് അങ്ങേരുടെ ഉദാത്തം തിരിച്ചു കൊടുക്കണം, തിരിച്ചടയ്ക്കേണ്ടി വരുമല്ലോ. തിരിച്ചു വരിക, അടയ്ക്കാൻ ഇഷ്ടംപോലെ കോടിക്കണക്കിന് അന്താരാഷ്ട്ര കപ്പലുകൾ വന്നിറങ്ങുമ്പോൾ അടയ്ക്കാത്തത് കീശയിലാക്കാതെ സ്വന്തം ഖജനാവിലേക്ക് നിയമിക്കും. മാത്രമല്ല ഈ ഇതിന്റെ 64% വിഹിതവും സംസ്ഥാന സർക്കാരാണല്ലോ വഹിക്കുന്നത്. 64% വിഹിതവും സംസ്ഥാന സർക്കാരല്ലേ വഹിക്കുന്നത്? സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് ഇവിടെ പത്രത്തിൽ കൂടെയും റിപ്പോർട്ടർ ചാനലിൽ കൂടെ പറയുന്നതേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് മോദിജിയെ കൊണ്ടേ ഇത് നടക്കുള്ളൂ. കേന്ദ്രത്തിന്റെ പദ്ധതി സാക്ഷാത്കരിച്ചു വിഴിഞ്ഞം. അവിടെ കടം വാങ്ങിക്കാനല്ലേ അദ്ദേഹം പോണത്. ഇവിടെ എന്താണ് ചെയ്യണത്? എന്തെങ്കിലും ഒരു വ്യവസായം ചെയ്തിട്ടുണ്ടോ? അവര് കടം വാങ്ങിക്കാൻ മാത്രമല്ലേ പോണല്ലോ. ഏതെങ്കിലും സ്റ്റേറ്റില് ഇതേപോലെ ഉണ്ടോ? അവിടെ എന്താ ചേട്ടാ, എന്താ പ്രതീക്ഷ? വികസനം പ്രതീക്ഷ, വേറെ ഒന്നുമില്ല. നമുക്ക് വികസനം. വലിയ ആൾക്കൂട്ടം, അതിൽ ഏറെയും BJP പ്രവർത്തകരാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായി ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും 10,000-ലധികം ആളുകളെ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊത്ത നിലയിൽ ക്രമീകരണങ്ങളും തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ നിന്നും കിഴക്കേക്കോട്ടയിൽ നിന്നുമൊക്കെ ആളുകളെ ബസ്സിൽ ഇവിടേക്ക് എത്തിക്കുന്നതിന്റെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ BJP അതല്ലാതെ തന്നെ ആളുകളെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് നമുക്കൊപ്പം ചേർന്ന്.